കിരീടത്തിൻ്റെ വിഷയമോ അല്ലെങ്കിൽ ഈ ബീഫിൻ്റെ വിഷയമോ ഒരു പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ്റെ വിഷയമോ 8-9 കൊല്ലം ഞങ്ങളുടെ കയ്യിൽ നിന്നൊരു വണ്ടി 9ാമത്തെ കൊല്ലം പെട്ടെന്ന് ടാക്സ് വെട്ടിച്ച വണ്ടിയായി മാറി. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കുറേ പരിപാടികൾ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. സാധാരണ ജനങ്ങൾക്ക് മീഡിയക്കാരെങ്ങനെ വളച്ചത് കാണിക്കുന്നോ ആ രീതിയിൽ മാത്രം വിശ്വസിക്കാൻ കഴിയുന്ന ജനത ഒരുപാടുണ്ട് നമുക്ക്. അപ്പോൾ അതിനാണല്ലോ മീഡിയക്കാരെ നിങ്ങളുടെയും വിജയം. ഇതിനെ എങ്ങനെ നമ്മൾ ബൈപ്പാസ് ചെയ്യാന്നുള്ളതാണ് അന്ന് അച്ഛൻ ജയിക്കാത്തതും ഇപ്പോൾ ജയിച്ചതും തമ്മിലുള്ള വ്യത്യാസം. അല്ലാതെ അച്ഛനെ അറിവ് കുറവ് നാട്ടുകാർക്ക് ഇല്ലായിരുന്നു എന്നാണ് ഈ കഴിഞ്ഞ 30-40 കൊല്ലമായിട്ട് അച്ഛൻ എന്ത് ചെയ്യുന്നു ചെയ്തിട്ടില്ല എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാവുന്ന ആൾക്കാരായിട്ട് കൂടിയും അച്ഛൻ ആദ്യം ജയിച്ചില്ല. പക്ഷെ പിന്നീട് ആസ് എ പൊളിറ്റീഷ്യൻ ഹി പ്രൂവ്ഡ് ഹിംസെൽഫ്. ഇപ്പം നിലവിൽ ഒരു നിമിഷ സജയൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പം കൊണ്ടുവന്ന് വൈറലാകുന്നുണ്ടല്ലോ. തൃശ്ശൂർ ചോദിച്ചിട്ട് കൊടുത്തില്ല എന്ന അർത്ഥത്തിൽ നിമിഷയുടെ സ്റ്റേറ്റ്മെന്റ് കിട്ടുന്നില്ല. നിമിഷ ഇത് അന്ന് പറഞ്ഞ സമയത്ത് മീഡിയക്കാർ ഇത് വൈറലാക്കിയതും ഞാൻ അന്ന് കണ്ടിരുന്നു. മീഡിയക്കാരുടെ അത് വൈറലാക്കാനുള്ള എഫേർട്ടും ഞാനന്ന് കണ്ടിരുന്നു. തിരിച്ചതുപോലെ നടക്കുന്നു. എനിക്കൊട്ടും സുഖമില്ല. നിമിഷ ഇത് കാരണം വിഷമിക്കുന്നുണ്ടെങ്കിൽ അത് എനിക്കോ എൻ്റെ അച്ഛനോ ഒട്ടും സന്തോഷം കൂടുതൽ തരുന്നില്ല. നിമിഷയ്ക്ക് പക്ഷേ അന്നത് പറഞ്ഞപ്പോൾ ചിലപ്പോൾ സന്തോഷം ഉണ്ടായിരിക്കാം. അത് 2 വ്യക്തികളുടെ വ്യത്യസ്തമായ പെർസെപ്ഷനും മനസ്സുമാണ്. എൻ്റെ അച്ഛൻ അതുകൊണ്ട് നിമിഷയെ വെറുക്കുകയോ അല്ലെങ്കിൽ മോശം സംസാരിക്കുകയോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷേ നിമിഷയ്ക്ക് അങ്ങനെ പറയാൻ തോന്നി. ഇന്ന് തിരിച്ച് നിമിഷയ്ക്കെതിരെ ഈ വീഡിയോസ് വരുമ്പോഴും എൻ്റെ അച്ഛൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതോ അത് കണ്ടതുകൊണ്ട് സന്തോഷിക്കുന്നതോ ഒന്നുമില്ല. ശരിക്കും എന്തിനാ ആൾക്കാർ ഇങ്ങനെ ആ കുട്ടിയെയും കൂടി ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് എൻ്റെ അച്ഛൻ്റെ ചോദ്യം. മനസ്സിലായില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഹാവക്കിലാണ് നമ്മുടെ മീഡിയാസ് നമ്മുടെ ഹ്യൂമൻസിനെ കൺട്രോൾ ചെയ്തുകൊണ്ടും മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടും പോകുന്നതെന്ന് എനിക്ക് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് തോന്നുന്നു. അതാ നേരത്തെ പറഞ്ഞു, എനിക്ക് അത്ര പൊളിറ്റിക്കലി നോളജബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയല്ല ഞാൻ. പക്ഷേ മലയാളികൾക്ക് പ്രത്യേകിച്ചും ഒരു പുതിയ സംഭവത്തിനോടൊരു ചെറിയ ഹെസിറ്റേഷനാണ് അതൊന്ന് ഹാർനസ് ചെയ്യാനായിട്ട്. പക്ഷേ അത് ഹാർനസ് ചെയ്താൽ അത് മലയാളികൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മാനോളം പുകഴ്ത്തുകയും ചെയ്യും. ഇപ്പോൾ അതാണ് നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാം ഹ്യൂമൻ ക്രിയേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അച്ഛൻ പടം കണ്ടിട്ട് എന്താ പറഞ്ഞ ഗോകുലിനോട്? സ്വന്തം മകനെ പുകഴ്ത്തിയിട്ട് പ്രത്യേകിച്ച് പുള്ളിക്കും വലിയൊരു സന്തോഷം കിട്ടേണ്ടതില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ തോളത്തിങ്ങനെ തട്ടിയിട്ട് യൂറോപ്പ് ഡാക്ടർ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി. അത്രേ ഉള്ളൂ, നമുക്കത് മതി. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.